ശരിക്കും ജാൻമണിയായിട്ട് ഹഗ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞ ഒരു റോങ് സെൻറ്റൻസ്, പൊളിറ്റിക്കലി റോങ് ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് എന്ന് പറയുന്നത്, മറ്റാര് കെട്ടിപ്പിടിച്ചാലും കുഴപ്പമില്ല, പക്ഷെ ജാൻമണി അത് ചെയ്യാൻ പാടില്ല, മറ്റേത് പെണ്ണ് ചെയ്താലും കുഴപ്പമില്ല എന്നോ അതൊരു പൊളിറ്റിക്കലി ക്ലാരിഫിക്കേഷൻ ഞാൻ തരാം. അതിൻ്റെ ക്ലാരിഫിക്കേഷൻ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഒന്നാമത്തെ കാര്യം, ജാൻമണി എൻ്റെ ഏറ്റവും നല്ലൊരു സുഹൃത്താണ്. എനിക്ക് ആ കുട്ടിയെ വളരെ ബഹുമാനമാണ്. എൻ്റെ സിസ്റ്ററെ പോലെ കാണുന്ന ഒരു കുട്ടിയാണ്. അവിടുത്തെ ഉള്ളിലുള്ള ആൾക്കാർ ആ കാര്യങ്ങൾ ഏറ്റെടുത്തു, മറ്റേ പ്രേക്ഷകർ അത് ഏറ്റെടുത്തു. എനിക്ക് നെഗറ്റീവ് ഒരുപാട് സമ്പാദിച്ച് തന്നൊരു സീക്വൻസാണ് അതൊക്കെ. ഓക്കെ, ഞാൻ അങ്ങനെ തന്നെ പറയാം, ഞാൻ നെഗറ്റീവ് സമ്പാദിച്ചതാണ്. കാരണം ഭയങ്കര ഒരു അത് ജാൻമണിയെ പോലത്തെ ഉള്ള കുട്ടിയോട് അങ്ങനെ പറയുമ്പോൾ, ഈ ഒരാഴ്ച എൻ്റെ കളിയിൽ എനിക്ക് ബുദ്ധിയില്ലാതെ ഒന്നും നമ്മൾ പറയില്ലല്ലോ. അപ്പം ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ജാൻമണിയെ പോലത്തുള്ള ആ കുട്ടിയോട് ഞാൻ പറയുമ്പോൾ അത് കാര്യമുണ്ടായിട്ട് പറഞ്ഞാണ്. കാരണം ജാൻമണിയുടെ സംസാരം ഭയങ്കര, എനിക്ക് തന്നെ മനസ്സിലാവില്ലേ ജാൻമണിയുടെ വർത്തമാനം. റതീഷ് ഏട്ടാ എന്താണ് അങ്ങനെ അമ്മ ചേച്ചി അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നലാണ്. അത് എൻ്റെ മാത്രം തോന്നലായിരുന്നു. ആ കുട്ടി ഒരു പാവമാണ് കേട്ടോ. ആ കുട്ടിയെ ഞാൻ കുറ്റം പറയില്ല. കാരണം ആ കുട്ടി മനസ്സിൽ വിചാരിച്ചത് എന്തോ അതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ വിചാരിച്ചത് ആ കുട്ടിയുടെ സംസാരം കേട്ടിട്ട് ഇതൊരു ലവ് ട്രാക്കിലേക്കാണോ പോകുന്നത്, എനിക്കൊരു ഡൗട്ട് വന്നു. അതായത് ആ കുട്ടി എൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് വരും, സംസാരിക്കും, അമ്മു ചേച്ചി എന്ന് പറഞ്ഞിട്ട് സംസാരിക്കും, പിന്നെ രതീഷേട്ടൻ അതാണ് ഇതാണ് എൻ്റെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള സംസാരങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചത്, എൻ്റെ തെറ്റിദ്ധാരണ മാത്രമാണ്, ഞാൻ വിചാരിച്ചത് ജാൻമണി ലവ് ട്രാക്കിലേക്ക് പോവുകയാണോ, അത് പോയി കഴിഞ്ഞാൽ അതെനിക്ക് ശരിയാവില്ല. ഞാൻ ലവ് ട്രാക്ക് ചെയ്യാൻ വന്നതല്ല, ഞാൻ അവിടെ കളിക്കാൻ വേണ്ടി വന്നതാണ്, കളിച്ചിട്ട് പോകാൻ വേണ്ടി വന്നതാണ്. അത് ചൊറിയനായാലും കോമാളിയായാലും തരികടയായാലും ഏത് രീതിയിലും കളിക്കുക, ജനങ്ങളുടെ മനസ്സിൽ കയറുക എന്ന് വിചാരിച്ച് വന്നതാണ്. ലവ് ട്രാക്ക് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ജാൻമണി പറഞ്ഞത് ഞാൻ തെറ്റിദ്ധരിച്ചു, മുമ്പേ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ തെറ്റിദ്ധരിച്ചു. അതായത് ഇത് ലവ് ട്രാക്ക് പറഞ്ഞിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചതാണോ, അപ്പോൾ ജനങ്ങൾ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ എൻ്റെ സത്യം പറയാം എൻ്റെ വീട്ടുകാരൻ എന്ത് വിചാരിക്കും, അങ്ങനെയൊക്കെ വിചാരിച്ചു ഞാൻ തെറ്റിദ്ധരിച്ചാണ്. ആ കുട്ടി മനസ്സിലാണ് സഹോദരനെ പോലെ കണ്ടിരിക്കുന്നത് കേട്ടോ. നിങ്ങളെല്ലാവരും മറ്റുള്ള ആൾക്കാരോട് പറഞ്ഞാൽ എന്താ, ചേട്ടാ അത് കേട്ടിട്ടുണ്ടാവും, ചേട്ടൻ കേട്ടിട്ടുണ്ട്, നിങ്ങളെല്ലാവരും കെട്ടിപ്പിടിച്ചുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല, കാരണം നിങ്ങൾ എന്നെ സഹോദരനെ പോലെയാണ് കാണുന്നത്. ജാൻമണി പറഞ്ഞ രീതി വെച്ചിട്ട് ജാൻമണി എന്നെ ഹഗ് ചെയ്യുമ്പോൾ എനിക്ക് വേറെ ട്രാക്കിലേക്ക് പോവുകയാണെന്ന് എനിക്ക് തോന്നുന്നു പറഞ്ഞു. പക്ഷേ അവിടെയാണ് ജാൻമണിക്ക് ഞാനൊരു സല്യൂട്ട് കൊടുക്കുക. അപ്പം തന്നെ ആ കുട്ടി എൻ്റെ അടുത്ത് വന്നു, ചേട്ടനെ സഹോദരനെ പോലെയാണ് കണ്ടിട്ടുള്ളത് രതീഷേട്ടൻ്റെ സഹോദരനാണ്. അപ്പം തന്നെ ഞാൻ ജാൻമണിയോട് പറഞ്ഞത് കേട്ടില്ലേ, ഇനി എല്ലാ ദിവസവും വന്നിട്ട് എന്നെ ഹഗ് ചെയ്യണം, എല്ലാ ദിവസവും ഹഗ് ചെയ്യണം എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ജാൻമണി എന്നെ ഹഗ് ചെയ്തില്ല. ഞാൻ പറഞ്ഞു, ജാൻമണി എന്നെ ഇന്നലെ ഇങ്ങനെ ഹഗ് ചെയ്തേ അതേപോലെ ഹഗ് ചെയ്യണം. ആ കുട്ടി മനസ്സിലൊന്നുമില്ലാതെ പിറ്റേ ദിവസം വന്നിട്ട് എന്നെ ഹഗ് ചെയ്തു. പക്ഷേ ഞാനത് തെറ്റിദ്ധരിച്ചതാണ്. ആ കാര്യം ചോദിച്ചറിയുന്നതിന് മുമ്പ് തന്നെ വീട്ടുകാരെ കണക്ട് ചെയ്തിട്ട് ഈ സാധനം ഇമോഷണലായി കാണുകയും രതീഷ് കരയുകയൊക്കെ ചെയ്തു. ഞാൻ കണക്ട് ചെയ്തതല്ല, ഞാനത് നിങ്ങൾ കണ്ടതാണ്, ഞാനെൻ്റെ റൂമിൻ്റെ ഉള്ളിലേക്ക് പോയതാണ്. റൂമിൻ്റെ ഉള്ളിൽ പോയിട്ട് ഞാനത് റിയലായിട്ട് കരഞ്ഞതാണ്. കാരണം പുറത്തേക്ക് ഇങ്ങനെ ഒരു സംഭവം പോകാൻ എനിക്ക് താല്പര്യമില്ല. കാരണം ആ കുട്ടി വർത്തമാനം പറഞ്ഞ രീതി ഞാൻ തെറ്റിദ്ധരിക്കപ്പെട്ടു. ലവ് ട്രാക്കിലാണോ പോകുന്നത്, കാരണം അങ്ങനെയാണ് ഇടയ്ക്കിടയ്ക്ക് അമ്മു ചേച്ചി എന്ന് പറഞ്ഞിട്ട് സംസാരിക്കാറുണ്ട്. അവള് എൻ്റെ വൈഫിന് അതൊരു വിഷയമേ ആയിരുന്നില്ല. വൈഫ് എന്നെ ചീത്ത പറഞ്ഞതാണ്. വൈഫ് എൻ്റെ അടുത്ത് പറഞ്ഞാൽ എന്താ പറയുക, ജാൻമണി വന്നു കഴിഞ്ഞാൽ എനിക്ക് ജാൻമണിനെ കാണണം, എനിക്ക് ജാൻമണിനെ കെട്ടിപ്പിടിക്കണം, എനിക്ക് ജാൻമണി സംസാരിക്കണം. എൻ്റെ വൈഫ് പറഞ്ഞു. സത്യം, എൻ്റെ മക്കളാണ് സത്യം, എൻ്റെ വൈഫ് പറഞ്ഞതാണ്. കാരണം എന്താ പുറത്തുള്ള വിചാരം രതീഷിന് വിചാരിക്കാൻ പറ്റിയില്ല. അതാണ് അവിടെ ബ്രെയിൻ ഇങ്ങനെ വർക്ക് ചെയ്യുന്നത്. അത് എനിക്ക് ഞാൻ തെറ്റിദ്ധരിക്കപ്പെട്ടു. ഞാൻ ജാൻമണിയുടെ ആ കുട്ടി ഒരു പാവമാണ്, കുട്ടിയുടെ വർത്തമാനം നമുക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്. ആ കുട്ടി പറഞ്ഞ രീതി ഇതിലേക്കാണോ നീങ്ങണേന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വരുമ്പോൾ ജാൻമണിനെ ഹഗ് ചെയ്തിട്ടാണ് വന്നത്. രതീഷേട്ടൻ കണ്ടു, ഞാൻ വരുമ്പോൾ ജാൻമണി ഹഗ് ചെയ്തപ്പോൾ ജാൻമണി പറഞ്ഞൊരു കാര്യമുണ്ട്, രതീഷേട്ടൻ പോവില്ല, രതീഷേട്ടൻ തിരിച്ചു വരും, രതീഷേട്ടാ എന്ന് പറഞ്ഞത്. നല്ല കുട്ടിയാണ്. അത് ജാൻമണി വിട്ടു, ഞാൻ വിട്ടു. പക്ഷെ അതിനുള്ള വീടിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ വിടാൻ തയ്യാറല്ല. അവർക്ക് എന്നിൽ ഒരു അസ്ത്രം അയക്കാൻ കിട്ടിയ ഒരു സാധനമാണ്. ഞാൻ പറയാം, ഞാൻ അവരെ കുറ്റം പറയില്ല. ഞങ്ങളെല്ലാവരും ഗെയിമേഴ്സാണ്. അതിൻ്റെ ഉള്ളിൽ വലിയ കാര്യങ്ങളൊന്നും കിട്ടില്ല, ചെറിയ കാര്യങ്ങൾ കിട്ടും. ഒരു കാര്യം കിട്ടി കഴിഞ്ഞാൽ എൻ്റെ ക്യാരക്ടർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു കാര്യം കിട്ടിയാൽ അതുമ്പോൾ പിടിച്ചു തൂങ്ങില്ല. രജനീഷ് ചേട്ടൻ ബിഗ് ബോസിൽ വന്നിട്ടുണ്ടെങ്കിൽ രജനീഷ് ചേട്ടൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു ഗെയിം വല്ലവരും പ്രയോഗിച്ച് രജനീഷ് ചേട്ടൻ ആ ഗെയിമിൽ പെട്ടുവെന്ന് വിചാരിക്കുക, അത് അന്നത്തെ ദിവസം കൊണ്ട് അത് തീർന്നു. പിന്നെ ഞാൻ അത് പറഞ്ഞ് ട്രിഗർ ചെയ്യാൻ ഞാൻ വരില്ല. കാരണം എനിക്ക് വേറെ കളികൾ ഇഷ്ടം പോലെ ഉണ്ട്.
ഞാൻ പറഞ്ഞില്ല എൻ്റെ ആവനാഴിൽ ഇഷ്ടംപോലെ ഗെയിം ഇരിക്കുകയാണ്. പക്ഷേ അവിടെയാണ് ഒരു ഫോൾട്ട് രതീഷ് പറ്റിയതായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് തന്നെ ജനറേറ്റ് ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ. പക്ഷേ ഈ കണ്ടന്റ് ജനറേഷൻ്റെ ഭാഗമായിട്ട് വീഴ്ചകൾ വരുന്നത് കൃത്യമായി മോണിറ്റർ ചെയ്യാനുള്ള സമയം എടുത്തില്ല. അത് ഇരുന്ന് ബ്രീത്ത് ചെയ്ത് ആലോചിച്ച്, ബാക്കി എല്ലാവരും ഇരുന്ന് ബ്രീത്ത് ചെയ്ത് ആലോചിക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത് എനിക്കൊരു ഫോൾട്ടായിട്ട് ബിഗ് ബോസ് കണ്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, എല്ലാവരുടെയും പേഴ്സണൽ സ്പേസസിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള കുറേ കണ്ടന്റുകളെ രതീഷ് പോയിട്ട് സ്വന്തം കണ്ടന്റാക്കി മാറ്റാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ ബിഗ് ബോസിന്റെ കണ്ടന്റുകൾ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ബിഗ് ബോസിന് സ്വാഭാവികമായിട്ട് ഉണ്ടാവേണ്ട കുറെ കണ്ടന്റുകൾ നഷ്ടപ്പെടുന്നുണ്ട്. അവിടെ എല്ലാം പോയിട്ട് ഇടപെടുന്നത്. ബിഗ് ബോസ് സ്വാഭാവികമായിട്ട് അതായത് ഇപ്പോൾ രതീഷ് എല്ലായിടത്തും ഓടിയെത്തും. ഞാൻ പറഞ്ഞത് ബിഗ് ബോസ് ഒരു സ്ക്രിപ്റ്റഡ് ഷോ അല്ല. അതല്ല ഞാൻ പറയുന്നത്. രജനീഷ് ചേട്ടൻ പറയുമ്പോൾ ജനറേറ്റ് ആവാൻ സാധ്യതയുള്ള ചില ബിഗ് ബോസ്, ഞാൻ പറയട്ടെ, ബിഗ് ബോസ് പറഞ്ഞ ഷോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും അത്ഭുതപ്പെട്ട് നോക്കുന്ന ഷോ ആണ്. ഞാൻ അതിൻ്റെ ഉള്ളിൽ പോയ ഒരു സാധാരണക്കാരനാണ്. ഈ കോടികൾ ചെലവാക്കിയിട്ട് ഇത്രയും വലിയൊരു പ്രോഗ്രാം അവർ നടത്തുമ്പോൾ ഈ 19 പേരെയും വിശ്വസിച്ചിട്ടാണ് അവർ ആ പ്രോഗ്രാം നടത്തുന്നത്. 19 പേരെയും അവർ ഭയങ്കരമായിട്ട് വിശ്വസിച്ച് ഉള്ളിലേക്ക് ഇറക്കി വിടുകയാണ്. നമ്മൾ ഉണ്ടാക്കുന്നതാണ് അവർ എഡിറ്റ് ചെയ്തിരുന്നത്. നമ്മൾ ഉണ്ടാക്കുന്നത് ഉണ്ടാക്കിയാലേ പറ്റുള്ളൂ. നമ്മൾ തന്നെ ഉണ്ടാക്കണം. ഇപ്പോൾ നമ്മൾ 19 പേരിൽ ഏതെങ്കിലും ഒരാൾ ഉണ്ടാക്കണം. ഒരാളല്ല, സോറി, എല്ലാവരും ഉണ്ടാക്കണം. 19 പേര്. ഞാൻ പറയട്ടെ, 250 ക്യാമറകളുണ്ട് അവിടെ. ഒരു രതീഷ് മാത്രമല്ല അവിടെ പോയത്, 19 പേരും പോയതാണ്. 19 പേര് എന്നെ പോലെ ചിന്തിച്ചാൽ നിങ്ങൾക്ക് സമയം ഉണ്ടാവും. കണ്ടന്റിന്റെ പെരുമൊഴിയായിരിക്കും അതിൻ്റെ ഉള്ളിൽ. ബിഗ് ബോസ് ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. ബിഗ് ബോസ് ഒരു ഇൻസ്ട്രക്ഷനും എനിക്ക് തന്നിട്ടില്ല, ഒരു ഇൻസ്ട്രക്ഷനും. അതിൻ്റെ ഉള്ളിൽ ഒന്നും പറഞ്ഞില്ല. ഓഡിഷൻസ്, ഇഷ്ടംപോലെ ഓഡിഷൻസ് ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് കുറേ കടമ്പകൾ കഴിഞ്ഞിട്ടാണ് ഇത്രയും വലിയൊരു വാതിൽ എൻ്റെ മുമ്പിൽ തുറന്നു കിട്ടുന്നത്. ഒരു സാധാരണക്കാരനെ അത് മാറ്റിപ്പിടിക്കൽ എന്ന് പറഞ്ഞ ടാഗ് ഉണ്ട്. ആ ടാഗിന്റെ ഒരൊറ്റ ബലത്തിലാണ് എനിക്ക് കിട്ടിയത്. എന്നെ മാറ്റി പിടിച്ചതാ. അല്ലാതെ എനിക്ക് എന്നൊക്കെ ഇങ്ങനെ ചേട്ടാ കിട്ടുക. എനിക്കൊക്കെ ഞാനെന്നെ കിട്ടിയിട്ട് ഞാൻ വന്ന് പറഞ്ഞു, അമ്മു എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടാ. അപ്പൊ അമ്മു പറഞ്ഞത് ഓർന്ന് കണ്ണേട്ടാ, കണ്ണേട്ടന് കിട്ടുന്നത് വേറെ കിട്ടിയിട്ട് എനിക്ക്. അപ്പൊ അവള് വിശ്വസിക്കുന്നില്ല. അമ്മയുടെ അടുത്ത് പറഞ്ഞു. അപ്പൊ അമ്മ പറയാ, കണ്ണാ ശരി എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ആർക്കും ഒരു വിലയില്ല. ഇവര് കിട്ടിയെന്ന് വിശ്വസിക്കുന്നില്ല. ഞാൻ എന്നിട്ട് അച്ഛനോട് ഞാൻ പറഞ്ഞില്ല. അച്ഛൻ എന്താ വെച്ച് കഴിഞ്ഞാലേ, അച്ഛന് മനസ്സിലൊന്നും ഇരിക്കില്ല. അവര് പറഞ്ഞിരിക്കുന്ന ആരോടും പറയാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. അച്ഛനോട് എനിക്ക് കിട്ടിയ കാര്യം അച്ഛനോട് ഞാൻ തലേ ദിവസം തോന്നുന്നുണ്ട് എൻ്റെ അച്ഛനോട് പറഞ്ഞത്. അപ്പൊ അച്ഛൻ, മോഹൻലാലിന്റെ ഷോല നിനക്കാ, സത്യമാണോ അത്, വല്ല തട്ടിപ്പാണോ അത് കണ്ണാ? അങ്ങനെയൊക്കെയാണ്. അത്രയും സാധാരണ ആൾക്കാരാണ്. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്തും അവരുടെ അടുത്ത് പറയുമ്പോൾ അവർ വരെ വിശ്വസിച്ചില്ല. ആ സ്പേസ് ആണ് നമുക്ക്. അപ്പം ഞാൻ പറഞ്ഞു വന്നെന്താ വെച്ചാൽ, 19 പേര് എന്നെ പോലെ ചിന്തിച്ചാൽ, ഇപ്പോൾ അവിടെ കുറേ ആൾക്കാർ പറഞ്ഞു, ഞാൻ ഇപ്പോൾ ചേട്ടൻ തന്നെ പറഞ്ഞു, മറ്റുള്ള സ്ക്രീൻ സ്പേസ് ഞാൻ തെറ്റി. അവിടെ ഒരാൾക്ക് സ്ക്രീൻ സ്പേസ് ഇല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരാൾക്ക് സ്ക്രീൻ സ്പേസ് ഇല്ല. നമ്മുടെ സ്ക്രീൻ സ്പേസ് നമ്മൾ ഉണ്ടാക്കണം. ഇനി 19 പേരും 19 മുക്കിലിരുന്നിട്ട് ഞാൻ ഒരാൾ ഇപ്പോൾ രജനീഷ് ചേട്ടൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നു, ഞാൻ കണ്ടന്റ് ഉണ്ടാക്കിയിട്ടാണ് സംസാരിക്കുന്നത്. എനിക്ക് ഉറപ്പില്ല നമ്മൾ കോൺവെർസേഷൻ ടി വിയിൽ വരുമെന്ന്. ഞാൻ ഇവിടെ ഗെയിം കളിക്കുമ്പോൾ അടാറ് ഗെയിം അപ്പുറത്ത് നടക്കുന്നുണ്ടായിരിക്കാം, അപ്പുറത്ത് ഭയങ്കര ഗെയിമാവും നടക്കണ്ടാവുക. അപ്പം എനിക്ക് എങ്ങനെ അറിയാം? അപ്പോൾ ബിഗ് ബോസ് ഒരു പേഴ്സണൽ സ്പേസ് ഒരാൾക്കും കൊടുത്തിട്ടില്ല. ഈ 250 ക്യാമറയും 19 പേരുടെയാണ്. പിന്നെ അവിടെയുള്ള ആൾക്കാർ പറയുന്നു ഞാൻ കാരണം ഗെയിം കളിക്കും. ഞാനെന്താ ചെയ്യും ചേട്ടൻ ആലോചിക്കും. ഞാൻ കാരണം ഗെയിം കളിക്കില്ല എന്ന് പറഞ്ഞാൽ, അല്ല വേറെ കാര്യം ഉണ്ട് കേട്ടോ, അത് അവര് ഗെയിം കളിക്കുന്നതാണ്. അതും ഞാൻ അവരൊരിക്കലും കുറ്റം പറയില്ല. കാരണം അതും ഗെയിമാണ്. ഞാൻ കാരണം ഗെയിം കളിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് അവരുടെ ഒരു ഗെയിമാണ്. അത് ജനങ്ങളിലേക്ക് എത്തിക്കണം, അല്ലെങ്കിൽ ബിഗ് ബോസിനെ എത്തിക്കണം. ഞാൻ അവരെല്ലാവരും ഗെയിമേഴ്സാണ്. ഞാൻ എപ്പോഴും പറയണു, ഈ 19 പേരും കഴിവുള്ള ആൾക്കാരാണ്. ഞാനടക്കമുള്ള ആൾക്കാർ 19 പേരും. എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഞാൻ ഫാസ്റ്റ് ഗെയിമറാണ്. എൻ്റെ ഓരോ നീക്കങ്ങൾ ഫാസ്റ്റാണ്. കാരണം എനിക്കറിയാം എനിക്ക് സമയം കുറവാണ്.